ഹലോ. എന്റെ ഓൺ വോയിസില് ഞാൻ ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ആണിത്. എനിക്ക് ഷോർട്സിൽ കുറച്ച് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആരാണ്, എന്നെ പറ്റി അറിയാൻ ആഗ്രഹമുണ്ട്, ഞാൻ എന്ത് ചെയ്യുവാണ്, ഇത്ര നാൾ ഞാൻ എവിടെയായിരുന്നു, എന്റെ പ്ലേസ് എവിടെയാണ് എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് കുറച്ച് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഞാൻ എന്നെ പറ്റി പറയാനും പിന്നെ എന്നോട് കമന്റ്സിൽ ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾക്കുള്ള ആൻസേഴ്സ് തരാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെറിയ വീഡിയോ ചെയ്യുന്നത്. അപ്പോ ഫസ്റ്റ് എന്റെ നെയിം വന്നിട്ട് പാർവതി എന്നാണ്. പാർവതി RS. ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും ഒക്കെ പാർവതി RS എന്നാണ്. പിന്നെ എന്റെ പ്ലേസ് വന്നിട്ട് ഞാൻ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്. ട്രിവാൻഡ്രത്ത് പേരൂർക്കടയാണ് എന്റെ സ്ഥലം. പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വീട്ടില് അമ്മ, ചേച്ചി, പിന്നെ ഞങ്ങൾ മൂന്നുപേരും അടങ്ങുന്ന ഒരു ചെറിയ ഫാമിലിയാണ്. പിന്നെ പിന്നെ ഞാൻ ഇപ്പൊ പഠിക്കുവാണ്. ഞാൻ ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി ഞാൻ ചെയ്തത് വുമൻസ് കോളേജ് വഴുതക്കാട്, അത് ട്രിവാൻഡ്രത്ത് തന്നെയാണ്. അവിടെയാണ് ഞാൻ ഡിഗ്രി ചെയ്തത്. ഡിഗ്രിയിൽ ഞാൻ BA ഫിലോസഫി ആയിരുന്നു എന്റെ സബ്. ഇപ്പോ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാനിപ്പോ DCA കോഴ്സ് ചെയ്യുവാണ്. അത് വന്നിട്ട് പോളിടെക്നിക് കോളേജ് ആണ്. ഞാൻ അവിടെയാണ് DCA കോഴ്സ് ചെയ്യുന്നത്. അത് 6 മന്ത് കോഴ്സാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്കിനി ഒരു ജോലി ചെയ്യാനായിട്ട്, ജോലിക്ക് കയറാനായിട്ട്. എനിക്കിത് കഴിഞ്ഞിട്ട് വേണം. പിന്നെ എന്റെ ഏജ് വന്നിട്ട് എനിക്ക് 22 ആയി. എനിക്ക് ഈ ഇയർ എനിക്ക് 23 ആവും. ഈ ഇയർ സെപ്റ്റംബർ എനിക്ക് 23 ആവും. പിന്നെ എനിക്ക് കുറച്ച് കമന്റ്സിൽ വന്നിട്ടുണ്ടായിരുന്ന കാര്യമായിരുന്നു എന്റെ ചിരിനെ പറ്റിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞ ഈ ചിരി വന്നിട്ട് ഒരു 2 months ആവുന്നതേ ഉള്ളൂ. എന്നുവെച്ചാൽ മുമ്പ് ചിരിക്കത്തില്ല എന്നല്ല, ചിരിക്കുമായിരുന്നു, പക്ഷെ ഇത്രയും ചിരിയില്ലായിരുന്നു. ഞാൻ പല്ല് കമ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് റിമൂവ് ചെയ്തിട്ട് 2 months ആയിട്ടേ ഉള്ളൂ. അപ്പൊ അതിന് ശേഷമാണ് ഈ ചിരി. അപ്പൊ കുറെ പേര് അതിൽ കമന്റ് ചെയ്തിട്ടുണ്ട്, ചേച്ചിന്റെ ചിരി നല്ല രസമുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല കമന്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് നല്ല സന്തോഷമുണ്ട്. എന്റെ യൂട്യൂബിൽ ഞാൻ എങ്ങനെയാണ് വന്നത് എന്നതിനെ പറ്റിയിട്ട് ഞാൻ ഇനി പറയാം. മുമ്പ് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ റീൽസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ റീൽസ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് അത്യാവശ്യം റീച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, റീല് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റീലിലാണ് എനിക്ക് നല്ല റീച്ച് ഉണ്ടായിരുന്നു, നല്ല വ്യൂസ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ഞാൻ ഇതുപോലെ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, യൂട്യൂബിൽ വെറുതെ നീ ഒന്ന് ജസ്റ്റ് ഷോർട്സ് ഇട്ട് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വെറുതെ ഷോർട്സ് ഒന്ന് ഇട്ടതാണ്. ഷോർട്സ് ഇട്ടപ്പോഴത്തേക്കും അതേപോലെ സെയിം യൂട്യൂബിലും എനിക്ക് ആ വീഡിയോ റീച്ച് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഇട്ട എല്ലാ വീഡിയോസിലും എനിക്ക് അത്യാവശ്യം റീച്ച് കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. പിന്നെ അതുകൂടാണ്ട് എനിക്ക് ആ റീൽസിന്റെ ഇത് വെച്ചിട്ട് തന്നെ എനിക്ക് ആ വീഡിയോസിലും എനിക്ക് കുറച്ച് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അയ്യോ, ഇത്രയും 9 വീഡിയോസിൽ ഇത്രയും സബ്ബോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെ പോലെ തന്നെ എനിക്കും അതിന് ഭയങ്കര അതിശയമാണ്. കാരണം ഞാൻ വിചാരിച്ചില്ല എനിക്ക് ഇത്ര റീച്ച് ആവുമെന്നും എനിക്ക് ഇത്ര സബ് കയറും. അതിൽ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല സന്തോഷമുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. അതിന് കുറെ പേര് കമന്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ കുറെ ബാഡ് കമന്റ്സിനെക്കാളും നല്ലത് എനിക്ക് ഗുഡ് കമന്റ്സ് ആണ്. എന്നുവെച്ചാൽ ബാഡ് കമന്റ്സ് വരുന്നില്ല എന്നുള്ളതല്ല, വരുന്നുണ്ട്. പക്ഷെ അതിനെക്കാളും കൂടുതൽ ഗുഡ് കമന്റ്സ് ആണ് എനിക്ക് വരുന്നത്. അതിലെനിക്ക് നല്ല സന്തോഷമുണ്ട്. പിന്നെ എന്നെ പറ്റി പറയാനായിട്ടാണെങ്കിൽ എന്നെ ഈ വീഡിയോ ചെയ്യുന്നതിൽ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ വീട്ടുകാർ എനിക്ക് സപ്പോർട്ടാണ്. അത് കൂടാണ്ട് വീട്ടുകാരെക്കാളും എനിക്ക് സപ്പോർട്ടാണ് എന്റെ ഫ്രണ്ട്സ്. നല്ല രീതിയിൽ എന്റെ ഫ്രണ്ട്സ് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് ഓരോ വീഡിയോസ് ഇൻസ്റ്റഗ്രാമിലായിരുന്നാലും യൂട്യൂബിൽ ഇങ്ങനെ ചെയ്യണം, ഇൻസ്റ്റയിൽ ഇതുപോലെ നീ റീൽ ചെയ്തിട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ ഒരുപാട് ഫ്രണ്ട്സ് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോ അതിലൊക്കെ എനിക്ക് നല്ല സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും ഞാൻ ഓരോ വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ എനിക്ക് അത് കൂടാണ്ട് എനിക്ക് കുറച്ചുപേർ അല്ലാണ്ട് കമന്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് കമന്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉറപ്പായിട്ട് ഞാൻ ആ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇനി കാണാം. ബൈ.